guys, welcome back to another video. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കമന്റ്സിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ്. ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ ലിറ്ററലി എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത് എന്ന് ഞാൻ വീഡിയോയുടെ സെക്കൻഡ് ഹാഫിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാനൊരു സാധാ ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിൽ പലതരം ആൾക്കാരുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മേ ബി കഴിവുള്ളത് കുക്കിങ്ങിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആർട്സ് ആയിരിക്കാം, നിങ്ങൾ നന്നിട്ട് പാടുമായിരിക്കും, നന്നിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവുള്ള, അങ്ങനെ ഒരുപാട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ആ ഒരു ടാലന്റിന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പം അത് ഒത്തിരി പേര് അറിയാനും, അല്ലെങ്കിൽ അതുവഴി നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഒക്കെ കിട്ടുക, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതൊരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ മേ ബി അൺഎംപ്ലോയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കാം, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇൻകം നോക്കുന്ന ആൾക്കാരായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കാറ്റഗറി മേ ബി ജസ്റ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് യൂട്യൂബ് ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കാം, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇതായിരിക്കാം. അങ്ങനെ പലതരം ആൾക്കാരുണ്ട്. ഇതിൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് വേറെ എക്സ്ട്രാ ചിലവുകളൊന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക എന്നുള്ളതും, നിങ്ങൾക്ക് അതിൽ വീഡിയോസ് ഉണ്ടാക്കുക, വീഡിയോസ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതും. നിങ്ങളുടെ ടൈമും എഫേർട്ടും മാത്രമാണ് ഇതിന് ആവശ്യമുള്ളൂ. ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്, അത് തീരുമാനിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം അത് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് എന്നുള്ളത് ആദ്യം ഡിസൈഡ് ചെയ്യുക. കുക്കിംഗ് ആയിക്കോട്ടെ, ഫാഷൻ ആയിക്കോട്ടെ, ലൈക്ക് ഡെയിലി വ്ളോഗ്സ്, ലൈഫ് സ്റ്റൈൽ, ട്രാവൽ വ്ളോഗ്സ്, അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് വീഡിയോസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ സോഴ്സ് യൂട്യൂബിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇതിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ തന്നെ ആദ്യം കണ്ടുപിടിക്കാം. ആൻഡ് എഡിറ്റിംഗ് പഠിക്കാനും, വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാനും, അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് യൂട്യൂബിൽ തന്നെ, അല്ലെങ്കിൽ ഗൂഗിളിൽ, ഇൻസ്റ്റാഗ്രാമിൽ എല്ലായിടത്തുമായിട്ട് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക, യൂസ്ഫുൾ ആക്കുക, നമ്മുടെ മുമ്പിലുള്ള റിസോഴ്സസ് നമ്മൾ യൂസ്ഫുൾ ആക്കുക. ഈ വീഡിയോ വലിച്ചു നീട്ടി ഒത്തിരി ഒന്നും ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ആഡ് ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ദാ നമ്മൾ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ഞാൻ എൻ്റെ ഒരു ഇമെയിൽ ID വെച്ചിട്ട് ഞാനൊരു സൈൻ ഇൻ ചെയ്തേക്കുവാണ്. ഇതിപ്പം എൻ്റെ ഒരു പുതിയതായിട്ട് ഞാൻ തുടങ്ങിയിരിക്കുന്ന അക്കൗണ്ടാണ്, യൂട്യൂബ് അക്കൗണ്ടാണ്. അതുകൊണ്ട് ഒന്നും തന്നെ ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും തന്നെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് നമ്മളുടെ ഫീഡാണ്. അപ്പം ഞാൻ അവിടെ പോയിട്ട് തൽക്കാലം ഇപ്പോൾ എൻ്റെ തന്നെ യൂട്യൂബ് ചാനൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുവാണ്. ഞാനത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ വീഡിയോസും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിന് ഏറ്റവും താഴെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ചെയ്യുന്ന അവിടെ 4-5 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഹോം, ഷോർട്സ്, പിന്നെ ഒരു പ്ലസ് സൈൻ, പിന്നെ സബ്സ്ക്രിപ്ഷൻസ് ആൻഡ് യു എന്നൊരു ഐക്കൺ. നമ്മൾ ആ യു എന്ന ഐക്കണിൽ ടച്ച് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഏറ്റവും മുകളിൽ എൻ്റെ പേര് കാണാം, എലിസബത്ത് ബെന്നി. ഞാൻ ഈ യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പം കൊടുത്ത പേരാണ്. അതിന് തൊട്ട് താഴെ ക്രിയേറ്റ് എ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആ ഒരു ചെറിയ ഓപ്ഷൻ ടച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് എനിക്ക് വന്നിട്ടുണ്ട്. പിക്ചർ, എനിക്ക് എൻ്റെ ഫോട്ടോ, അതായത് നമ്മൾ യൂട്യൂബ് ചാനലിൽ എന്ത് ഫോട്ടോ ആണ് കിടക്കുന്നത് എന്നുള്ളത് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ നമ്മളുടെ പേര്, പിന്നെ യൂട്യൂബ് ഹാൻഡിൽ, അതും പേര് തന്നെയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നെയിമും ഹാൻഡിലും എനിക്ക് ഫില്ലായി വന്നിട്ടുണ്ട്. ഞാനത് അങ്ങനെ തന്നെ കൊടുക്കുവാണ്. ഇനി എൻ്റെ ഫോട്ടോ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇതുള്ള 2 ഓപ്ഷൻ വരുന്നു. ഞാൻ ചൂസ് ഫ്രം യുവർ ഫോട്ടോസ് എടുക്കുവാണ്. ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പം അതായിരിക്കും എൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് വരുന്നത്. അപ്പോൾ തൽക്കാലം ഇത്രയും സാധനങ്ങൾ ശരിയാക്കിയേക്കുവാണ്. ഹാൻഡിൽ എന്നുള്ളത് എന്തൊക്കെയോ പേരാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഞാനത് എലിസബത്ത് ബെന്നി എന്നുള്ളത് തന്നെ കൊടുത്തപ്പോൾ അത് അവൈലബിൾ അല്ല.
എലിസബത്ത് ബെന്നി ഞാനിപ്പോൾ ഒരു നമ്പറോട് എടുത്തിട്ട് കൊടുക്കുകയാണ്, 29 എന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 29 ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് 29 കൊടുക്കുന്നത്. എന്നിട്ട് മുകളിൽ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ബ്ലൂവിൽ എഴുതി വെച്ചിരിക്കുന്ന ക്രിയേറ്റ് ചാനൽ എന്നുള്ളത് ഞാൻ ടച്ച് ചെയ്യാണ്. ഇപ്പം എനിക്കിതാ ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. ഇപ്പം നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഒഫീഷ്യലി ഒരു യൂട്യൂബ് ചാനൽ, എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഇപ്പോൾ. പിന്നെ മാനേജ് വീഡിയോസ് എന്ന് പറയാനായിട്ട് നമ്മൾ വീഡിയോസ് ഷോർട്സ് ഒന്നും നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ടില്ല ഈ ചാനലിൽ, അതുകൊണ്ട് അതവിടെ ഉണ്ടാവില്ല. ഇനി ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ്. നമ്മളിതുപോലെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് കോണ്ടന്റ് ഓൺ എനി ഡിവൈസ്, അവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വേണമെങ്കിൽ ലൈവായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, ലൈവ് പോവാം, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ക്രിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല താഴെയുള്ള 5 ഓപ്ഷൻസിൽ നിന്ന് ഹോമും ഷോർട്സും കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്. ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നേരെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ സെയിം സാധനം ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ, എനിക്ക് ഓൾറെഡി ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ കയറി ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ ഓൾറെഡി ഉള്ള അക്കൗണ്ടിലേക്ക് പോകുവാണ്. ഇതാണ് എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഉള്ള യൂട്യൂബ് ചാനൽ. നിങ്ങളപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ആയിരിക്കും വന്ന് കിടക്കുക. ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും ഇവിടെ ഉണ്ട്. വീഡിയോസ് ഞെക്കി കഴിഞ്ഞാൽ ലോങ് വീഡിയോസ് മാത്രമായിട്ട് വരും. ആൻഡ് ഷോർട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തേക്കുന്ന എല്ലാ ഷോർട്സും ഇവിടെ വന്നിട്ടുണ്ട്. ഓൾഡസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്തേക്കുന്ന റീൽസ് ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ വീഡിയോസ് ചെയ്ത് തുടങ്ങിയ സമയത്തുള്ള എൻ്റെ ഷോർട്സൊക്കെ ഇതിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾ എന്തൊക്കെയാണോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് അതൊക്കെ ഇവിടെ വരും. പിന്നെ ഞാൻ എൻ്റെ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ വരും. നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റുകളും ഇതുപോലെ ഇടാം. ഇതാണ് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്ന കുറച്ച് കമ്മ്യൂണിറ്റി പോസ്റ്റുകളാണ് ഇതൊക്കെ. അതിനകത്ത് കമൻറ്റ്സ് നമുക്കിവിടെ വായിക്കാൻ പറ്റും. തന്നെ നെയിം മീറ്റിംഗ് ചലഞ്ചിൻ്റെയാണ്. ഞാനത് സ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആരുടെയും വിട്ടുപോയിട്ടൊന്നുമില്ല. ആൻഡ് ഇത്രയൊക്കെയാണ്. സംഭവം ഭയങ്കര സിമ്പിളാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടും അത് യൂസ് ചെയ്യാനായിട്ടും. ഈ റൗണ്ടിൽ ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ ഫോട്ടോ ആണ് എൻ്റെ പ്രൊഫൈൽ പിക്ചർ. പിന്നെ ഈ കാണുന്ന പിങ്ക് കളറിലുള്ള എൻ്റെ പേരും പിന്നെ ഡെയിലി വ്ളോഗ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ബാനറാണ്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വേറൊരു വീഡിയോയിൽ നമുക്ക് ഞാൻ ചെയ്യാം. എൻ്റെ പേരും കഴിഞ്ഞ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടും കഴിഞ്ഞ് അതിൻ്റെ താഴെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹേ ഗൈസ്, ഐ എം എലിസബത്ത് ജി ബെന്നി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ആ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ കാണാൻ പറ്റും. നമുക്കതിൽ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. അതായത് നമ്മളുടെ ചാനലിന് നമുക്ക് ആവശ്യമുള്ള, നമ്മളുടെ ചാനൽ എന്ത് ബേസ് ചെയ്തിട്ടുള്ളതാണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. ഞാനിതിപ്പോൾ തുടങ്ങിയ സമയത്ത് ചെറുതായിട്ട് ഇട്ടിരിക്കുന്ന ഒരു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കതിന് ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്യണം. ഞാനത് ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ലിങ്ക്സിനകത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കായിരിക്കും പോവുക. നിങ്ങൾക്കത് അവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ത് ലിങ്ക് വേണമെങ്കിലും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊളാബിനും പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അയക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഈ ഇമെയിൽ IDയിലാണ് എന്നെ കോൺടാക്ട് ചെയ്യേണ്ടത്. അത്രയൊക്കെ ഉള്ളൂ. എനിവേയ്സ്, ഇത്രയൊക്കെയാണ് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇട്ടോളൂ. ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.